ബി.ജെ.പി നേതാവ് പി.എസ്. ശ്രീധരൻപിള്ള വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാൻ ഒരുങ്ങുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഗോവ ഗവർണർ സ്ഥാനം ഇന്നൊരു പക്ഷേ ഒഴിഞ്ഞേക്കുമെന്ന്. ഗവർണറായി 6 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചന കൂടി വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ശരത്ലാലുണ്ട്. ശരത്ത്, അങ്ങനെ പി.എസ്. ശ്രീധരൻപിള്ള മത്സരിക്കാനൊക്കെ ഒരുങ്ങി കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകാൻ വരികയാണെന്ന് തോന്നുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അത് തന്നെയാണ്. ഗവർണർ സ്ഥാനം അദ്ദേഹത്തിന്റെ ഇന്ന് അവസാനിക്കുകയാണ്. 6 വർഷമാണ് ഒരു ഗവർണറെ കാലാവധി. അദ്ദേഹത്തിന്റെ ഗവർണർ സ്ഥാനം ഇതുവരെ നീട്ടി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു പോരാനാണ് താല്പര്യമെന്നാണ് കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിലെത്തി സജീവമായ രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അങ്ങനെയാണ് ചെങ്ങന്നൂരിൽ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചിരുന്നു. ബി.ജെ.പി പ്രസിഡന്റ് ആവുന്നതിനും ആ സമയത്ത് അദ്ദേഹം രചിച്ചിരുന്നു ചെങ്ങന്നൂരിലെ ക്രിസ്ത്യൻ സഭകളുമായിട്ടുള്ള ശ്രീധരൻപിള്ളയുടെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കച്ചകെട്ടി ഇറങ്ങുന്നതുകൊണ്ട് ബി.ജെ.പി ശ്രീധരൻപിള്ളയെ പോലെ വിജയ സാധ്യതയുള്ള ഒരു വ്യക്തിയെ കൂടി പരീക്ഷിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുമുള്ളത്. അദ്ദേഹം ഗവർണർ സ്ഥാനം മതിയാക്കിക്കൊണ്ട് ഇന്ന് കേരളത്തിലേക്ക് പുറപ്പെടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാത്രിയോടെ തന്നെ ഗോവ ഗവർണർ സ്ഥാനം പുതിയ ഗവർണറോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കോ ചുമതല നൽകും എന്ന നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുമെന്നാണ് രാഷ്ട്രപതി ഭവനിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഗവർണർ സ്ഥാനം ഇന്ന് അവസാനിക്കുകയാണ്. 6 വർഷം, 2 വർഷം മിസോറാമിലും അതിനുശേഷം 4 വർഷം അദ്ദേഹം ഗോവയിലുമായിരുന്നു. സേതുലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. അങ്ങനെ പി.എസ്. ശ്രീധരൻപിള്ള കൂടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ബി.ജെ.പിയിലേക്ക് വീണ്ടും തിരികെ എത്തുന്ന സൂചനകളാണ് വരുന്നത്.